കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതോടെ UDFന്റെ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന് പകരക്കാരനെ കണ്ടെത്താൻ DCC ശ്രമം തുടങ്ങി. 2020 പട്ടികയിലും വിനുവിന്റെ പേരില്ല എന്നാണ് രേഖകൾ. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിരുന്നുവെന്ന വാദം VM വിനു ആവർത്തിക്കുകയാണ്. പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴാണ് കല്ലായി ഡിവിഷനിൽ നിന്നുള്ള UDFന്റെ മേയർ സ്ഥാനാർത്ഥി സംവിധായകൻ VM വിനുവിന്റെ പേര് പട്ടികയിലില്ല എന്ന് വ്യക്തമായത്. കഴിഞ്ഞ 18 വർഷമായി മലാപ്പറമ്പ് വാർഡിലെ സ്ഥിര താമസക്കാരനാണ് VM വിനു. വിനുവിന്റെ പേര് നീക്കിയതിനു പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. ഈ നഗരത്തിൽ നിറസാന്നിധ്യമായ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത VM വിനുവിന്റെ കുടുംബത്തിന് വോട്ടില്ല. ഇത്തവണ കോർപ്പറേഷൻ നഷ്ടപ്പെടുമെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നതാണ് CPM തന്നെയാണ്. അപ്പോൾ ആ CPMന് കോർപ്പറേഷൻ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയാണ് വോട്ടർ പട്ടികയിൽ നടന്ന വ്യാപകമായ കൃത്രിമങ്ങൾ. അതിലെ പ്രത്യക്ഷ ഉദാഹരണമാണ് VM വിനുവിന്റെ വോട്ട് തള്ളിയത്. ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ തന്റെ അവകാശമാണ് ഹനിക്കപ്പെട്ടതെന്നും വോട്ട് പുനഃസ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും VM വിനു പ്രതികരിച്ചു. ഈ ജനാധിപത്യ രാജ്യത്ത് എൻ്റെ വോട്ട് നിഷേധിക്കാനുള്ള അവകാശം ആർക്കുമില്ല. 3 മുതൽ 4 ലക്ഷം ആൾക്കാരുടെ വോട്ടുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സംബന്ധിച്ച് ബീഹാറിൽ കണ്ടാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നടക്കുന്നത്. ഇത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമല്ല, പരാജയപ്പെടുത്താനുള്ള അവരുടെ തന്ത്രമാണ്. നാളെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് നീക്കം. നേതാക്കളുടെയും അനുഭാവികളുടെയും വോട്ട് നീക്കപ്പെട്ടിട്ടുണ്ടോ എന്ന വിപുലമായ പരിശോധനയും നാളെ മുതൽ നടക്കും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.